ഓർക്കിഡ് ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്ന് ധാരാളം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ വളക്കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കയ്യിലുള്ള ഓർക്കിഡ് ചെടികൾ ഡെൻഡ്രോബിയമോ ഫെലനോപ്സിസോ വാൻഡയോ മൊക്കാറയോ ഏതിനവും ആയിക്കോട്ടെ, ഈ ഒരൊറ്റ വളം മാത്രം മതി നിറയെ പൂക്കൾ വിരിയാൻ. തീരെ ചെറിയ തൈകളായാലും മെച്വർ പ്ലാന്റ്സ് ആയാലും സ്പൈക്സ് വന്ന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികളായാലും ഈ വളം തന്നെ ഉപയോഗിക്കാം. നമുക്ക് ഈ ഫെർട്ടിലൈസർ സൊല്യൂഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം 19-19-19 NPK ഫെർട്ടിലൈസർ ചേർക്കാം. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ബാലൻസ്ഡ് ഫെർട്ടിലൈസറാണ് 19-19-19 രാസവളം. ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഇത് വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു ചേരും. അതുകൊണ്ട് തന്നെ ഇലകളിലും വേരുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കാനും പറ്റും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഇതിൽ നിന്ന് ലഭിക്കും. പക്ഷേ ഇവ കൂടാതെ ചെടികൾക്ക് നേരിയ അളവിൽ ആവശ്യമായ പല സൂക്ഷ്മ മൂലകങ്ങളുമുണ്ട്. അവ കൂടി ചെടിക്ക് ലഭ്യമാക്കാനായി നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം. 2-3 തുള്ളി സീവീഡ് എക്സ്ട്രാക്റ്റ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കടലിലെ പായയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സീവീഡ് എക്സ്ട്രാക്റ്റിൽ അയഡിൻ, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അയൺ, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ നിരവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചെടികളുടെ വളർച്ചയും ആരോഗ്യവും മെച്ചപ്പെടുത്താനും പൂക്കളുണ്ടാകാനും സഹായിക്കുന്ന ചില പ്ലാന്റ് ഹോർമോൺസും ഇതിലുണ്ട്. നമ്മൾ 19-19-19 ഫെർട്ടിലൈസർ വഴി കൊടുക്കുന്ന നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നന്നായി അബ്സോർബ് ചെയ്യാൻ സീവീഡ് ആൽഗൽ എക്സ്ട്രാക്റ്റ് ചെടികളെ സഹായിക്കും. ഇത് നന്നായി മിക്സ് ചെയ്ത് ചെടികളുടെ ഇലകളും തണ്ടുകളും വേരുകളും നനയത്തക്ക വിധം സ്പ്രേ ചെയ്യണം. വളം പൂക്കളിൽ വീഴാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. രാവിലെ വെയിൽ വീഴുന്നതിന് മുമ്പ് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരാഴ്ച ഇടവിട്ട് വളം കൊടുക്കണം. വളരെ കുറഞ്ഞ ഡോസിൽ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കുന്ന രീതിയാണ് ഓർക്കിഡുകൾക്ക് ഇഷ്ടം. രാവിലെ 10-10:30 മണി വരെയുള്ള ഇളം വെയിൽ ചരിഞ്ഞു വീഴത്തക്ക രീതിയിൽ ഓർക്കിഡ് ചെടികൾ വെച്ച് ഒരാഴ്ച ഇടവേളയിൽ മേൽപ്പറഞ്ഞ രീതിയിൽ വളപ്രയോഗം നടത്തി നോക്കൂ. ഓർക്കിഡുകൾ പൂക്കൾ കൊണ്ട് നിറയും, ഉറപ്പാണ്. ഈ 2 വളങ്ങളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.